ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ കെമിസ്ട്രിയുടെ പേപ്പറായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു തോന്നുന്നു അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പേപ്പർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ. അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ അറിയുന്നവന് എളുപ്പമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് അറിയിക്കണേ. അതേപോലെ തന്നെ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഓടി പോയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് പോവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോളാർ കോമ്പൗണ്ട്? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പോളാർ കോമ്പൗണ്ട് അല്ലാത്തത് ഇതാണ് CO2 ആണ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിങ് ട്രാൻസിഷൻ എലമെൻറ്റ്? ഏതാണ്? D ആണ് കേട്ടോ. ദേ ബിലോങ് ടു ഗ്രൂപ്പ് 3 to എന്താണ് 12 ആണ് കേട്ടോ. അടുത്ത മൂന്നാമത്തെ, ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് എ ഓക്സിഡേഷൻ ആണ് കേട്ടോ. ഇലക്ട്രോൺ ഈസ് നോൺ ആസ് ഏതാണ്? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ആണ് കേട്ടോ. ഓക്സിഡേഷൻ. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ. അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ചൂസ് ദ കറക്റ്റ് ഒപ്പീനിയൻ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് കറക്റ്റ് ഒപ്പീനിയൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ A ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇഫ് 20 gram solute ഈസ് പ്രസൻറ്റ് ഇൻ 100 gram സൊല്യൂഷൻ, ദ മാസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂട്ട് ഈസ് 20% ആണ് കേട്ടോ. ഇവിടെ എത്ര? 20 gram എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 20% ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകും. ആറാമത്തെ ക്വസ്റ്റിനിലോട്ടാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കേട്ടോ. ഏതാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഓഫ് എ സം എലമെൻറ്റ്സ് ആർ ഗിവൺ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാനല്ല, ഇതിൻ്റെ ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ കെമിക്കൽ ബോണ്ട്. ഇത് ഏത് ടൈപ്പ് കെമിക്കൽ ബോണ്ടാണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ നോക്കിക്കേ, എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. NaCl ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ? NaCl അതേപോലെ CO2 കൊടുത്തിട്ടുണ്ട്. NAയുടെ വാല്യൂം കൊടുത്തിട്ടുണ്ട്, Clൻ്റെ വാല്യൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ Clൻ്റെ നമ്പറാണ് വലുത്, NAൻ്റെ ചെറുതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? NaCl ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞ എത്രയാണ് വാല്യൂ? 3.16 നിന്ന് എത്ര മൈനസ് ചെയ്യണം? 0.93 ആണ് മൈനസ് ചെയ്യേണ്ടത്. 6 നിന്ന് 3 മൈനസ് ചെയ്താൽ 3 ആണ് അല്ലേ. ഇനി ഇവിടെ 1 നിന്ന് 9 പോകില്ല. സോ ഇപ്പറയുന്ന എന്ത് ചെയ്തു? നമ്മൾ കടെടുത്തു. ഇവിടെ 2 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 11 നിന്ന് 9 പോയാൽ എത്രയാണ്? 10, 11, 2 എന്ന് വരും അല്ലേ. ഈ പോയിന്റ് അതുപോലെ ഇറക്കി എഴുതുക. ഇനി 2 നിന്ന് 0 പോയാൽ എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ 2.23 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ബോണ്ടാണ്? 1.7നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 1.7നേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് കെമിക്കൽ ബോണ്ടായിരുന്നു? നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം കേട്ടോ. B ആണേ. B ഏതാണ്? CO2 ആണ് അല്ലേ. ഇത് ഏത് ബോണ്ടാന്ന് പറഞ്ഞേ? ഇത് അയോണിക് ബോണ്ടാണ് കേട്ടോ. അയോണിക് ബോണ്ടാണ്. അത് ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് എഴുതിയിട്ടാൽ മതി കേട്ടോ. അടുത്ത രണ്ടാമത്തേലേക്ക് പോകാം. രണ്ടാമത്തെ ഏതാ നോക്കിക്കേ? CO2 ആണ് കേട്ടോ. CO2 എന്ന് വെച്ചാൽ ഏതാണ്? C എന്ന് വെച്ചാൽ സിയുടെ വാല്യൂ എത്രയാണ്? 2.25 ആണ്. പിന്നെ അത് അടുത്ത ഏതാണ്? 3.44 ആണ് അല്ലേ. അപ്പോൾ 3.44 നിന്ന് 2.55 കുറയ്ക്കുക കേട്ടോ. അപ്പം 4 നിന്ന് 5 പോവില്ല. സോ 14 നിന്ന് എന്ത് ചെയ്യുക? 5 കുറയ്ക്കുക. 14 നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 9 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 3 ഉണ്ടാവും അല്ലേ. 3 5 കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പറേ നിന്ന് എടുക്കുക. 13 നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 8 ആണ്. ഇവിടെ 2 ആയിട്ട് മാറും അല്ലേ. 2 കുറച്ചാൽ എത്രയാണ്? 0. അപ്പോൾ ഇത് ഏതാണ്? ഇത് കോവാലൻറ്റും ഇതെന്താണ്? അയോണിക്കുമാണ് കേട്ടോ. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചാൽ മതി. ഇനി 7ാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. Select the chemical equation which are not balanced and balance them. അപ്പോൾ ഇതിൽ ബാലൻസ്ഡ് അല്ലാത്ത ഏത് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ സിയും ബാലൻസ്ഡ് അല്ല, അതേപോലെ തന്നെ ഏതാണ്? നെക്സ്റ്റ് ലാസ്റ്റ് കൊണ്ടും എന്തല്ല? ബാലൻസ് അല്ല. അപ്പം ജസ്റ്റ് ഞാനിവിടെ ബാലൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. Na2 + 3H2 പിന്നെ 2NH3 എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ N 2 ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തും എത്ര തന്നെയാണ്? 2 ആണ്. H ഇവിടെ 6, ഇവിടെ എത്രയാണ്? 6 കേട്ടോ. അടുത്ത് നോക്കിയേ 2Na. N ഇവിടെ 2 ആണ്. ഇവിടെയും എത്ര തന്നെയാണ്? ഈ 2 കണ്ടില്ലേ, ഇത് 2 Cl 2, ഇവിടെയും Cl 2 ആണ് ഈ ആദ്യം കിടക്കുന്ന 2 ഇവനും അതുപോലെ തന്നെ ബാധകമാണ് കേട്ടോ. അടുത്ത 8ാമത്തെ ദിവസമാണ് വാട്ട് ഈസ് ദ മീൻ ബൈ ദ കാറ്റലിസ്റ്റ്? എന്താണ് കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നത്? എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ.
വാട്ട് ഈസ് മീൻ ബൈ ദ കാറ്റലിസ്റ്റ് എന്നാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നതാണ്? സബ്സ്റ്റൻസ് ഇൻക്രീസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിതൗട്ട് ദംസെൽവ്സ് അണ്ടർഗോസ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്. അപ്പോൾ എന്താണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കൂടാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് കാറ്റലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ബി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് കാറ്റലിസ്റ്റ് ഇസ് യൂസ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡീകോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്? ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മാഗ്നീസ് ഡൈ ഓക്സൈഡ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റിനോട്ട് കേട്ടോ. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ 2 എലമെൻറ്റ്സ് എ ആൻഡ് ബി ആർ ഗിവൺ. അപ്പോൾ 2 എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയുടെയും ബിയുടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് ഹാസ് ബിഗർ ആറ്റം വൈ. ഇതിലേതാണ് ബിഗർ ആറ്റം? എ ആണോ ബി ആണോ? ഏതാ ബിഗർ ആറ്റം എന്ന് പറയുന്നത്? എ ആണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് എ റീസൺ? എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. സൈസ് ഓഫ് ആറ്റം ഡിക്രീസ് ഇൻ ദ മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദ പീരീഡ്. പീരീഡിലാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇതിലേതാ വലുതെന്ന് പറയുന്നത്? എ ആണ് വലുതെന്ന് പറയുന്നത് കേട്ടോ. അടുത്ത 10ാമത്തെ ക്വസ്റ്റിനെ റൈറ്റ് ദ നെയിം ഓഫ് ആസിഡ് ആൻഡ് ആൽക്കലി റിക്വയർഡ് ഫോം ദ ഫോളോയിങ് സാൾട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ? ആസിഡും ആൽക്കലിയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. MgOH2, പിന്നെ അതേപോലെ H2SO4 ആണ് ഇതിൽ ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തേതാണ്? കാൽസ്യം ക്ലോറൈഡ്. ഏതാണ്? CaOH2ഉം അതേപോലെ HCl ബേസും അതെ ആൽക്കലിയും ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റിനെ. ഓക്കെ, എന്താണ് കൊടുത്തേക്കുന്നത്? ഇലിട്രേറ്റ് ദ ഫോർമേഷൻ ഓഫ് എ മഗ്നീഷ്യം ഓക്സൈഡ് യൂസിങ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. നമ്മുടെ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്ന വിധം ഒന്ന് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2 ആണ്. അതിൽ 2 കുത്ത് ഞാനിവിടെ കൊടുത്തു, പ്ലസ് ഇട്ടു. ഓക്സിജൻ്റെ 2 6 ആണ്. 6 കുത്ത് ഓയ്ക്ക് ചുറ്റും കൊടുത്തു കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത്? മഗ്നീഷ്യം 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുകയും നമ്മുടെ ഓക്സിജൻ 2 ഇലക്ട്രോണിന് സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വിട്ടുകൊടുത്ത ആളെ 2+ എന്ന് കാണിച്ചിട്ടുണ്ട്, 2 8 എന്ന് കാണിച്ചിട്ടുണ്ട്, 2 8 2- എന്നും, 2 ആളെ സ്വീകരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി 2- എന്നും കാണിച്ചിട്ടുണ്ട് കേട്ടോ. which is a cation present in the magnesium oxide. ഇതിൽ ഏതാണ് കാറ്റോൺ എന്ന മഗ്നീഷ്യം ഓക്സൈഡിലെ കാറ്റോൺ ഏതാണ്? Mg2+ ആണ് കേട്ടോ. ഏതാണ്? Mg2+ ആണ്. ഇനി 12ാമത്തെ ക്വസ്റ്റിന് അനലൈസ് എ ഗിവൺ ഇക്വേഷൻ. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ ആറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ. ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ജസ്റ്റ് ഒന്ന് എഴുതാനാണ്. ബിഫോറും ആഫ്റ്ററും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിങ്ക് ആദ്യം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് 0 ആണ്. പിന്നെ എച്ചിൻ്റെ എത്രയാണ്? +1 ആണ്. Clൻ്റെ എത്രയാണ്? -1 ആണ് കേട്ടോ. സിങ്ക് ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. Cl എന്ത് തന്നെയാണ്? -1 തന്നെയാണ്. H എന്തായിട്ട് മാറി? +1 0 ആയിട്ട് മാറും കേട്ടോ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഓക്സിഡേഷനും അതേപോലെ റിഡക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഒരേ കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്നുണ്ട്. സോ ഇവിടെ എന്ത് നടന്നു നമുക്ക് പറയാം? ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റും അല്ലേ. ഇനി 13ാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. You are given beakers, ammonium chloride, water and spatula. Write the procedures for the preparing each of the. 13ാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം കേട്ടോ. യു ആർ ഗിവൺ ബീക്കേഴ്സ്, അമോണിയം ക്ലോറൈഡ്, വാട്ടർ ആൻഡ് സ്പാച്ചുല. റൈറ്റ് ദ പ്രൊസീജിയർ ഫോർ ദ പ്രിപ്പയറിംഗ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് എ എന്താ പറഞ്ഞിരിക്കുന്നത്? അൺസാറ്റുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ദ അമോണിയം ക്ലോറൈഡ്. രണ്ടാമത്തെ ബി എന്താണ്? സാറ്റുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ദ അമോണിയം ക്ലോറൈഡ്, സൂപ്പർ സാറ്റുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ദ അമോണിയം ക്ലോറൈഡ്. അപ്പം അതിൻ്റെ ആൻസർ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതിയാൽ മതി. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല കേട്ടോ. 14ാമത്തെ ക്വസ്റ്റിനെ അനലൈസ് ഇക്വേഷൻ ആൻഡ് ടേബിൾ റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് ദ വാട്ടർ ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സിറ്റുവേഷൻ 1 മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. മാസ് ഓഫ് ഓക്സിജൻ 16. ഹൈഡ്രജൻ്റെ മാസ് ഗ്രാമിൽ 2, അതേപോലെ ഓക്സിജൻ്റെ 16 ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പം 18 എന്ന് കിട്ടി അല്ലേ. ഹൈഡ്രജൻ്റെ മാസ് എത്രയായിട്ട് മാറി? 4 ആയിട്ട് മാറി. ഇവിടെ 32, 36 എന്നായിട്ട് കിട്ടി. ഇനി വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻ്റ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്? എന്താ അതിൻ്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ബോത്ത് ആർ ഈക്വൽ, അല്ലെങ്കിൽ രണ്ടും എന്താണ്? സെയിം ആയിരിക്കും കേട്ടോ. വിച്ച് ഈസ് എ ലോ റിലേറ്റഡ് ടു ദ ടേബിൾ സ്റ്റേറ്റ് ദ ലോ ഓഫ് ദ കൺസർവേഷൻ ഓഫ് മാസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻ്റ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻറ്റും അതേപോലെ ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റും ഈക്വൽ ആവണമെന്നാണ് ഏത് ലോ പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് കേട്ടോ. 15ാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. മഗ്നീഷ്യം ഇസ് ആഡഡ് ടു ഹൈഡ്രോക്ലോറിക് ആസിഡ് ടേക്ക് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. അപ്പം നമ്മുടെ ഒരു മഗ്നീഷ്യം എടുത്തിട്ട് അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ പറയുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചതിലേക്ക് മഗ്നീഷ്യം എടുത്ത് അടുത്ത 15ാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം കേട്ടോ. മഗ്നീഷ്യം ഇസ് ആഡഡ് ടു ഹൈഡ്രോക്ലോറിക് ആസിഡ് ടേക്ക് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. വാട്ട് ഈസ് ദ ഗ്യാസ് ഇസ് ഫോംഡ്? ഏതാണ്? ഹൈഡ്രജൻ ആണ് ഗ്യാസ് ഫോം ചെയ്യുന്നത് കേട്ടോ.
വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. റൈറ്റ് ഇനി വൺ മെത്തേഡ് ഈസ് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ കോൺസെൻട്രേറ്റഡ് HCl ഈസ് യൂസ്ഡ് കേട്ടോ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യനാണ്. മഗ്നീഷ്യം റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം മഗ്നീഷ്യം ക്ലോറൈഡ്. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. MgCl2 ആഡ് ചെയ്ത് MgCl2 അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ് ആവുന്നു കേട്ടോ. അവിടെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ചേഞ്ച് Mgയുടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 0 എത്രയായിട്ട് മാറുന്നു? +2 ആയിട്ട് മാറുന്നു. ഓക്സിഡേഷൻ റിയാക്ഷൻ ഫസ്റ്റ് വൺ എഴുതിയിട്ടുണ്ട്. റിഡക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടാമത് എഴുതിയിട്ടുണ്ട് കേട്ടോ. Mg2 + 2 Cl + 1 Cl ആയിട്ട് മാറുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 6. ഇൻ ഹൗ മെനി ഷെൽസ് ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ എലമെന്റ്? 2 ഷെൽസ് ആണുള്ളത് കേട്ടോ. ഇൻ വിച്ച് ദസ് എലമെന്റ്സ് ഇലക്ട്രോൺ ഈസ് ഹൈ എനർജി ഇൻ പ്രസന്റ്. അതിൽ Ke എന്ന് പറയുന്നതിൽ 2 ഇലക്ട്രോണും Lൽ 4 ആണ്. അതിൽ ഹൈ ഏതായിരിക്കും? ഏത് ഷെല്ലിനാണ് എനർജി കൂടുതലുണ്ടാവുക? Lനാണ് കേട്ടോ. ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ടു ഫോസിൽസ്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐസോട്ടോപ്പ്. ഇതിൻ്റെ ഈ ഒരു എലമെൻറ്റിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് നമ്മൾ ഫോസിലിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ യൂസ് ചെയ്യുന്നത്? ഏതാണ്? കാർബൺ 14 ആണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ് അല്ലേ. റൈറ്റ് വൺ ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഐസോട്ടോപ്പ് ആൻഡ് ഐസോബാർസ്. അപ്പോൾ എന്താണ് ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സെയിം എലമെൻറ്റ് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും. മറ്റേത് എന്താണ്? സെയിം മാസ് നമ്പർ ഡിഫറൻറ്റ് എന്താണ്? ആറ്റോമിക് നമ്പേഴ്സുമായിരിക്കും കേട്ടോ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ത്രെഷോൾഡ് എനർജി എന്താണ്? റിയാക്ടൻ അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻ റിക്വയർഡ് സർട്ടൻ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇൻ എ പ്രൊഡക്റ്റ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ കുറച്ച് എനർജി ആവശ്യമാണ്. ആ എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് വിച്ച് ഷോസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ടേക്ക് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. ദെൻ ദ ടെസ്റ്റ് ട്യൂബ് ഈസ് ഹീറ്റഡ്. ടെസ്റ്റ് ട്യൂബ് എന്ത് ചെയ്താൽ മതി? ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത C. ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് വെൻ ദ റിയാക്റ്റൻറ്റ് ആർ ഹീറ്റഡ്. എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിക് ഓഫ് ത്രെഷോൾഡ് എനർജി ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ത്രെഷോൾഡ് എനർജി ഇൻക്രീസ് ചെയ്യും. ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസ് ചെയ്യും. ഇതിൽ കൂട്ടിമുട്ടലുകൾ കൂടും. അങ്ങനെ കൂട്ടിമുട്ടൽ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടോ കേട്ടോ. അപ്പോൾ എയിൽ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ 3 ഇലക്ട്രോണ് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ 5 ഇലക്ട്രോണ് സ്വീകരിക്കുകയോ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് എളുപ്പം എന്ന് പറയുന്നത്? 3 ഇലക്ട്രോണ് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3 ആയിരിക്കും കേട്ടോ. കാർബൺ എന്താ ചെയ്യുക? കാർബണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 4 ആണ്. 4 ഇലക്ട്രോണ് സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യും. ഓക്സിജൻ എന്താ ചെയ്യുക? 2, 6 ആണല്ലേ. അപ്പോൾ 2 ഇലക്ട്രോണ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. Clൻ്റെ എത്രയാണ്? 17 ആണ്. അപ്പോൾ 2, 8, 7 എന്ന് വരും. 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും? സ്വീകരിക്കും കേട്ടോ. അപ്പോൾ ഇവരുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വാലൻസി എന്ന് പറയുന്നത് Al 3 ആണ്, C 4 ആണ്, ഓക്സിജൻ 2 ആണ്, Cl എത്രയാണ്? 1 ആണ് കേട്ടോ. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ്. കെമിക്കൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതിലും സിമ്പിളാണ്. കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ബേജാറാവും. പക്ഷേ സിമ്പിൾ സാധനമാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ അലുമിനിയം ഓക്സൈഡാണ്. അപ്പോൾ Al ആദ്യം എഴുതുക. ഓക്സിജൻ്റെ OU എഴുതുക. ഓക്കെ, Alൻ്റെ വാലൻസ് എത്രയാണ് നോക്കിയാൽ 3. അത് Alൻ്റെ അടി കൊണ്ട് എഴുതുക. ഓക്സിജൻ 2 ആണ്. അത് ഓക്സിജൻ്റെ അടി കൊണ്ട് എഴുതുക. ഇനി അടുത്തത് എഴുതാൻ വേണ്ടി Alനെ ഓക്സിജൻ്റെ അടിയിലുള്ള നമ്പറിൻ്റെ അടിയിലേക്ക് വരയ്ക്കുക. അപ്പോൾ Al2 എന്ന് കിട്ടും. ഓക്സിജനെ Alൻ്റെ അടിയിലുള്ള നമ്പറിലോട്ട് വരയ്ക്കുക. ഓക്കെ, Alനെ ഓക്സിജൻ്റെ അടിയിലുള്ള നമ്പറാണ്. Alനെ ഓക്സിജൻ്റെ അടിയിലേക്കുള്ള നമ്പറിനെയും Oനെ അലുമിനിയത്തിൻ്റെ Alൻ്റെ അടിയിലേക്കുള്ള നമ്പറിലേക്കും വരയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. Al2 O3 എന്ന് കിട്ടും കേട്ടോ. അടുത്ത നോക്കിയേ C ആണ്. കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ്? Cയും Clലും വരും അല്ലേ. ഇതും 4. ക്ലോറിൻ്റെ എത്രയാണ്? 1 ആണ്. അപ്പോൾ Clൻ്റെ അടിയിലേക്ക് വരയ്ക്കുക. Cൻ്റെ കൂടെ 1 വരുന്നതുകൊണ്ട് എഴുതണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി Clനെ Cൻ്റെ അടിയിലേക്ക് വരയ്ക്കുക. അപ്പോൾ Cl4 എന്ന് കിട്ടും. റെഡിയാണോ? സിമ്പിൾ അല്ലേ. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കെമിക്കൽ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ ദ കോമ്പിനേഷൻ റിയാക്ഷൻ? സെലക്ട് ദ ഇക്വേഷൻ ആൻഡ് കോമ്പിനേഷൻ റിയാക്ഷൻ ഫ്രം ദോസ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിൽ നിന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെ കോമ്പിനേഷൻ റിയാക്ഷൻ 2ഉം 3ഉം ആണ് കേട്ടോ. 2ഉം അതേപോലെ 3ഉമാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സെലക്ട് ദ വൺ ഓഫ് ഇക്വേഷൻ ഡി കോമ്പിനേഷൻ റിയാക്ഷൻ എബോവ്. അപ്പോൾ ഇതിലേതാണ്? ഒന്നാമത്തതാണ് ഡി കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഡബിൾ ഡി കോമ്പിനേഷൻ റിയാക്ഷൻ എക്സ്പ്ലെയിൻ. അപ്പോൾ 4ാമത്തെ ഇക്വേഷൻ എന്തുകൊണ്ടാണ് ഡബിൾ ഡി കോമ്പിനേഷൻ റിയാക്ഷൻ ആയത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, H2SO4 ആണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? ഈ
H2SO4 BaCl2 ആണ് അല്ലേ. Baൻ്റെ കൂടെ SO4 വന്നു, Hൻ്റെ കൂടെ ആര് വന്നിട്ടുണ്ട്, Cl വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിട്ടുണ്ട്, ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അയൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഏത് ഇക്വേഷനാണെന്ന് നമ്മൾ പറയാൻ കാരണം ഡബിൾ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.